നമുക്ക് കണക്റ്റിംഗ് റോഡിൻ്റെ നീളവും ക്രാങ്കിൻ്റെ റേഡിയസും തന്നിട്ടുണ്ട്. അതുവഴി നമുക്ക് ഈ ഫിഗർ വരയ്ക്കാൻ പറ്റും. ഈ ഫിഗറിൻ്റെ അകത്ത് TDC to BDC ലെങ്ത് എന്ന് വെച്ചാൽ L+R ആണ്. അപ്പോൾ 240 + 60 300. അതിനെ ഞാൻ സ്കെയിൽ ഡൗൺ ചെയ്ത് 15 സെൻറ്റിമീറ്റർ ആക്കി ഒരു ലൈൻ വരച്ചു. എന്നിട്ട് 20 സെൻറ്റിമീറ്റർ മാറി, 20 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ 1 സെൻറ്റിമീറ്റർ മാറി ഒരു പോയിൻ്റ് എടുക്കുക. അവിടെ നിന്ന് 12 എടുക്കുക. 12 എടുത്ത് ഇങ്ങോട്ട് ആർക്ക് വരയ്ക്കുക. 60 എടുത്ത് 60 എന്ന് പറയുമ്പോൾ 30 3 സെൻറ്റിമീറ്റർ എടുത്ത് ഇങ്ങോട്ടൊരു ആർക്ക് വരയ്ക്കുക. ഇനി ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആംഗിളാണ് തീറ്റ. തീറ്റ എന്ന് പറയുന്ന ആംഗിൾ വേണം, ബീറ്റ എന്ന് പറയുന്ന ആംഗിൾ നമുക്ക് തീറ്റ വഴി കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ക്രാങ്ക് ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ. അപ്പോൾ ഇത് നമ്മൾ പ്രൊട്രാക്ടർ വെച്ച് അളന്നെടുക്കണം. അതുകൊണ്ട് തന്നെ എനിക്ക് തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ഇതുവഴിയും പ്രൊട്രാക്ടർ വെച്ച് മെഷർ ചെയ്യും. പ്രൊട്രാക്ടർ കൊണ്ട് മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്ന ആംഗിൾ 44 ഡിഗ്രിയാണ് കിട്ടുന്നത്. ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് നമുക്കൊരു വെർട്ടിക്കൽ സിലിണ്ടറിൻ്റെ പിസ്റ്റൺ ഇങ്ങനൊരു പിസ്റ്റൺ ഉണ്ടെങ്കിൽ നമ്മുടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാരണം mg ഫോഴ്സ് താഴോട്ട് ആക്ട് ചെയ്യും. പിന്നെ എൻജിൻ ആയതുകൊണ്ട് തന്നെ പ്രഷർ ഫോഴ്സ് താഴോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്, പ്രഷർ ഫോഴ്സ്. പക്ഷേ താഴോട്ട് ആക്സലറേഷൻ നടക്കുന്നുണ്ട്. ഇനേർഷ്യ ഫോഴ്സ് എപ്പോഴും അങ്ങോട്ടായിരിക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷൻ. മുകളിലോട്ട് ഇനേർഷ്യ ഫോഴ്സ് ഉണ്ട്, FB. അപ്പോൾ നെറ്റ് ഫോഴ്സ് എന്ന് വെച്ചാൽ നെറ്റ് ഫോഴ്സ് F എന്ന് വെച്ചാൽ എന്തൊക്കെ വരുന്ന സംബന്ധിക്കും താഴോട്ട് വരുന്നതെല്ലാം പോസിറ്റീവായിട്ട് എടുക്കുന്നു. അപ്പോൾ FP + mg ഇനേർഷ്യ ഫോഴ്സ് മാത്രം നെഗറ്റീവായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഓരോ ഫോഴ്സും കണ്ടുപിടിക്കണം. പ്രഷർ ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താ? പ്രഷർ ഫോഴ്സ് എന്ന് വെച്ചാൽ ഫ്യൂവലിൻ്റെ ഇഗ്നിഷൻ കാരണം എൻജിൻ സിലിണ്ടറിൻ്റെ പിസ്റ്റണിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തോ? ഫോഴ്സ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു ഏരിയ. അപ്പം പ്രഷറും ഇൻറ്റു ഏരിയ ചെയ്യുമ്പോൾ നമുക്ക് പിസ്റ്റൺ ഫോഴ്സ് കിട്ടും. നമുക്ക് P തന്നിട്ടുണ്ട് ക്വസ്റ്റ്യന് തന്നിരിക്കുന്നത് P എന്ന് പറയുമ്പോൾ 800 kN/m² എന്നാണ് തന്നിരുന്നത്. അപ്പം P എന്ന് പറയുമ്പോൾ 800 × 10³ Nm². ഏരിയ എന്ന് പറയുമ്പോൾ പിസ്റ്റൻ്റെ ഏരിയ എങ്ങനെ കിട്ടും? 5/4 പിസ്റ്റൻ്റെ ഡയമീറ്റർ എന്നുണ്ട് 80 × 10⁻³ അപ്പോൾ നമുക്ക് FPയുടെ വാല്യൂ കിട്ടും. അപ്പോൾ അതുവഴി നമുക്ക് FPയുടെ വാല്യൂ കിട്ടുന്നതെന്ന് വെച്ചാൽ 4021.238 ന്യൂട്ടൺ. ഈ വെയിറ്റ് കാരണമുള്ള കിട്ടുന്നത് വെച്ചാൽ 1.2 × 9.81. അത് കണ്ടുപിടിക്കാൻ 1.2 × 9.81 അത് കിട്ടുന്നത് 11.772 ന്യൂട്ടണാണ്. ഇനേർഷ്യ ഫോഴ്സ് കാരണം ഉള്ള ഫ്രിക്ഷൻ കണ്ടുപിടിക്കുന്നത് ഇക്വേഷൻ mr⍵² cos θ + cos 2θ/n എന്ന് പറയുന്ന ഇക്വേഷൻ. n എന്ന് പറയുന്നത് L/R ആണ്. n എന്ന് പറയുമ്പോൾ 240 × 10⁻³ / 60 × 10⁻³ അപ്പോൾ കിട്ടുന്നത് n എന്ന് പറയുന്നത് 4 ആണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഡയഗ്രത്തിൽ നിന്ന് കിട്ടിയ തീറ്റ ഇട്ട് കൊടുക്കുമ്പോൾ FB = 1.2 × 60 × 10⁻³ × 2πn 1850 2 cos 44 + cos 2 × 44/n എന്ന് പറയുന്നത് 4. ഇതിന് ഇട്ട് കൊടുക്കുമ്പോൾ FBയുടെ വാല്യൂ കിട്ടുന്നത് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം എന്ന് പറയുമ്പോൾ 1862.536 ആണ്. അപ്പോൾ 1862.536 ഇത്രയും ന്യൂട്ടണാണ് കിട്ടുന്നത്. അപ്പോൾ നെറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇത് ഫുൾ ടോട്ടൽ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ പിസ്റ്റൺ. കിട്ടുന്ന വാല്യൂ ആണ് 2170.474 ന്യൂട്ടണാണ് കിട്ടുന്നത്. അപ്പോൾ രണ്ടാമത് കണ്ടുപിടിക്കുന്നത് ത്രസ്റ്റ് ആക്ടിങ് ഓൺ ദ കണക്റ്റിംഗ് റോഡ്. ത്രസ്റ്റ് ആക്ടിങ് ഓൺ കണക്റ്റിംഗ് റോഡാണ് കണ്ടുപിടിക്കുന്നത്.
കണക്റ്റിംഗ് റോഡ്. എത്ര സാധ്യതയുള്ള കണക്റ്റിംഗ് റോഡ് എഫ് സി ആണ്. എഫ് സി എന്ന് വെച്ചാൽ എഫ് സി എഫ് ബൈ കോസ് ബീറ്റ എന്ന് പറയുന്ന ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. എഫ് ബൈ കോസ് ബീറ്റ എന്ന് പറയുന്ന ഇക്വേഷനാണ്. ഇതിനകത്ത് ബീറ്റ എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും? ബീറ്റ. അപ്പോൾ സൈൻ ബീറ്റ ഈസ് ഈക്വൽ ടു സൈൻ ബീറ്റ എന്ന് പറയുന്ന ഇക്വേഷൻ, സൈൻ ബീറ്റ ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ ബൈ എൻ എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. അപ്പം സൈൻ ബീറ്റ ഈസ് ഈക്വൽ ടു സൈൻ 44/4 എന്ന് കിട്ടും. അപ്പം ബീറ്റ എങ്ങനെ കിട്ടും? സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 44/4 ഇങ്ങനെ നമുക്ക് കിട്ടും. അപ്പോൾ ആണ് കിട്ടുന്നത്. അപ്പം ബീറ്റയുടെ വാല്യൂ കിട്ടുന്നത് 10.00 മാത്രം ഡിഗ്രിയാണ് കിട്ടുന്നത്. അപ്പം 4 ശക്തികളുടെ കണക്റ്റിംഗ് റോഡ് എങ്ങനെ കിട്ടും? 4 ശക്തികളുടെ കണക്റ്റിംഗ് റോഡ് എഫ് സി ഈസ് ഈക്വൽ ടു എഫ് ബൈ കോസ് 10. അപ്പോൾ എഫ് സി ഈസ് ഈക്വൽ ടു എഫ് എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുക 2170.474/cos 10. കാൽക്കുലേറ്റർ ചെയ്യാൻ നോക്കുമ്പോൾ 2170.474/cos 10 പിന്നെ 2203 അപ്പോൾ എഫ് സി ഈസ് ഈക്വൽ ടു 2203.95 ന്യൂട്ടൺ. അടുത്തതായിട്ട് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ ത്രസ്റ്റ് ഓൺ ദ സൈഡ്സ് ഓഫ് സിലിണ്ടർ വാളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ത്രസ്റ്റ് ഓൺ സൈഡ് ഓഫ് സിലിണ്ടർ വാൾ കണ്ടുപിടിക്കേണ്ടതെന്ന് പറയുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എഫ് എന്ന് പറയുകയാണെങ്കിൽ എഫ് ടാൻ ബീറ്റ എന്ന് പറയുന്ന ഇക്വേഷനാണ്. എഫ് എന്ന് പറയുമ്പം 2170.474 ഇൻറ്റു ടാൻ 10 അങ്ങനെ കിട്ടുന്നു ഇക്വേഷൻ. ത്രീ എയ്റ്റി 382.713 ന്യൂട്ടനാണ് കിട്ടുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എൻജിൻ സ്പീഡ് അറ്റ് വിച്ച് ദ എബോവ് വാല്യൂസ് ആർ 0. ഈ മുകളിൽ കിടന്ന വാല്യൂ എപ്പോഴാണ് 0 ആകും? നമുക്കറിയാം എഫ് ഈസ് ഈക്വൽ ടു എഫ് ബി പ്ലസ് ഇത് മൈനസ് ഇത് എം ജി അല്ലേ, താഴെ ആക്സിലറേറ്റ് ചെയ്യില്ലേ. അപ്പോൾ ഈ എഫിൻ്റെ വാല്യൂ എപ്പോഴാണ് 0 ആകും? ഇതിനകത്ത് ഈ വാല്യൂന് ഈക്വലായിട്ട് ഈ വാല്യൂ സെയിമായിട്ട് വരുമ്പോഴല്ലേ 0 ആകുന്നത്. നമുക്ക് എഴുതാം എഫ് പി ഈസ് ഈക്വൽ ടു എഫ് പി പ്ലസ് എം ജി. അപ്പോൾ ഏത് സ്പീഡെന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കുക? എൻ നമ്മൾ കണ്ടുപിടിക്കണം. എൻ അങ്ങനെ കിട്ടും, ഒമേഗ വഴി കിട്ടും. അപ്പോൾ എഫ് ബിയുടെ ഇക്വേഷൻ എന്തുവാ? MR ഒമേഗ സ്ക്വയർ കോസ് തീറ്റ പ്ലസ് കോസ് 2θ/n. ഇതിൻ്റെ സമ്മാണ് എന്തോ എഫ് പിയുടെ ഇക്വേഷൻ നമുക്ക് കിട്ടിയത് വെച്ചാൽ എഫ് പിയുടെ വാല്യൂ 4021 plus 1.2 into 9.81 m 1.2 into 60 into 10⁻³ into omega square cos 44 plus cos 2 into 44/4. ഇതിന് മാത്രമേ ഉള്ളൂ ബൈ ഉള്ളത്. 4021 plus 1.2 into 9.81. ഇത് നമ്മൾ കാൽക്കുലേറ്റ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഒമേഗ സ്ക്വയറിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ഒമേഗയുടെ വാല്യൂ നമുക്ക് കിട്ടും. അത് കണ്ടുപിടിക്കുക. 1.2 into 60 into 10⁻³ into alpha x square cos 44 cos 2/4 4021 plus 1.2 into 9.81. കുറച്ച് സമയം എടുക്കും. നമുക്ക് കിട്ടിയ ഒമേഗയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ 277.6
0.364. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒമേഗയുടെ വാല്യൂ 277 റേഡിയൻ പെർ സെക്കൻഡ് ആണ്. അപ്പോൾ അതിലൂടെ n കണ്ടുപിടിക്കും. സോൾവ് ചെയ്യുമ്പോൾ എൻ്റെ വാല്യൂ കിട്ടുന്നത് 2648.59 RPM എന്നാണ്. അങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത്. ബാക്കിയുള്ള വീഡിയോസിൽ ഈ ഇക്വേഷൻ എങ്ങനെ വന്ന് ഈ ഫോഴ്സ് ആക്കാനുള്ള സിസ്റ്റം അതൊക്കെ എങ്ങനെ വന്നതെന്ന് പറഞ്ഞുതരാം.